തിരുവല്ലയിൽ പൊതുമരാമത്ത് വകുപ്പ് അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡിലെ വെള്ളക്കെട്ട് അപകടത്തിന് കാരണമാകുന്നതായി പരാതി. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയെ ബന്ധിപ്പിക്കുന്ന കൃഷ്ണപാദം മേപ്രാൾ റോഡിൽ കിലോമീറ്റർ ദൂരത്തിലാണ് ഒഴുകിമാറാത്ത വെള്ളക്കെട്ടുള്ളത്. അപ്പർ കുട്ടനാടൻ മേഖലയായ തിരുവല്ല താലൂക്കിന്റെ പടിഞ്ഞാറ് മേഖലയുള്ള പെരിങ്ങരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സംസ്ഥാന ഹൈവേ, അതായത് തിരുവല്ല മാവേലിക്കര അമ്പലപ്പുഴ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കൃഷ്ണപാദം എന്ന് പറഞ്ഞ ഒരു റോഡാണ്. ഏകദേശം നമ്മുടെ മുട്ടോളം വരുന്ന ഈ റോഡിലെ വെള്ളക്കെട്ടിന് ഇത് PW റോഡാണ്. ഒരു ശാശ്വത പരിഹാരം എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളോടൊപ്പം ചേരുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ ഈ പെരിങ്ങര പുളിക്കി ഡിവിഷനിലുള്ള അംഗം കൂടിയായിട്ടുള്ള സാമീപ്പനാണ്. ഈ പെരിങ്ങര പഞ്ചായത്തിലെ പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് മേഖലയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഏറ്റവും അധികം സഞ്ചാര പ്രാധാന്യമുള്ള റോഡാണ് മൂടത്തുപടി PW റോഡ്. ഇത് അമ്പലപ്പുഴ തിരുവല്ല സ്റ്റേറ്റ് ഹൈവേയുമായും പ്രത്യേകിച്ച് കാരക്കൽ പ്രദേശവും മേപ്രായുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിന്റെ സ്ഥിതി അനേക നാളുകളായി, ഏതാണ്ട് 7 വർഷത്തോളമായി സ്ഥിരമായി ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് 6 മാസം വെള്ളത്തിലും 6 മാസം കരയ്ക്കുമാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ നിവൃത്തിയില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല, പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുകയാണ്. ഇത് ശാസ്ത്രീയമായി നിർമ്മാണം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ കഴിയുന്നതും ഇവിടുത്തെ വാഹന ഗതാഗതത്തിന് പാവപ്പെട്ടവർക്ക് യാത്ര ചെയ്യാൻ കഴിയത്തക്ക നിലയിലേക്ക് ഇത് ഉയർത്തി ഈ വെള്ളക്കെട്ട് ഒഴിവാക്കി യാത്രാ സൗകര്യം ക്രമീകരിക്കാൻ വേണ്ട നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. ഇത് എന്ന് പറയുന്നത് പഞ്ചായത്തിലേക്ക് വരാനുള്ള ഏക മാർഗം, വില്ലേജിലേക്ക് പോകാനുള്ള ഏക മാർഗം, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം, ഈ രംഗങ്ങളിലൊക്കെ ഏക ആശ്രയമാണ് കൃഷ്ണപാദം റോഡ്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തരമായി ഗവൺമെന്റ് തലത്തിൽ ഇടപെടലുണ്ടാകണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. ഇതിന്റെ ഈ റോഡിന്റെ നിർമ്മാണത്തിലൊരു അശാസ്ത്രീയത ആണല്ലോ. ഇപ്പൊ ടെൻഡറോ മറ്റു വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് വീണ്ടും ഇതിന്റെ ഇപ്പോഴത്തെ ഈ വർക്ക് ടെൻഡർ ചെയ്തിട്ടും വരുന്നൊരു പ്രശ്നം, ശാസ്ത്രീയമായി ഈ മെറ്റീരിയലിന്റെ റേറ്റും അതല്ല ഇപ്പൊ ടാറ് അല്ലെങ്കിൽ GSP അല്ലെങ്കിൽ മെറ്റലിന്റെ റേറ്റുമായി വരുമ്പോൾ ആ റേറ്റിലെ അന്തരമാണ് കോൺട്രാക്ടർമാർ ഈ വർക്ക് എടുക്കാൻ താമസിക്കുന്നത്. അടിയന്തരമായി പ്രാദേശികമായി അതല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ സ്റ്റോറുകളിലെ വിലയ്ക്ക് അനുപാതികമായി റേറ്റ് റിവൈസ് ചെയ്ത് ഇത് ശാസ്ത്രീയമായി റോഡ് നിർമ്മിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് ഇത് ടെൻഡർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് കോൺട്രാക്ടർമാർ എടുക്കാൻ തയ്യാറാവും. കാര്യം ഈ ഉദാഹരണം പറഞ്ഞാൽ മെറ്റലിന്റെ വില, അതുപോലെ തന്നെ മണ്ണിന്റെ വില, ടാറിന്റെ വില, ഈ രംഗത്തൊക്കെ നേരിടുന്ന വെല്ലുവിളിയും ഗവൺമെന്റ് റേറ്റും തമ്മിൽ വലിയ അന്തരമാണ്. ലോക്കൽ റേറ്റും ഗവൺമെന്റ് റേറ്റും തമ്മിലുള്ള ഈ അന്തരം വരുമ്പോൾ കോൺട്രാക്ടർമാർക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.